നമസ്കാരം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഈ വർഷത്തെ 76ാം ദിവസമായ ഇന്ന് തീയതി 16/3/2024 ശനി, മലയാള വർഷം 1199 മീനമാസം 3. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നാഷണൽ വാക്സിനേഷൻ ഡേ. ഇന്ത്യയിൽ വാക്സിനേഷൻ ദിനം ആചരിക്കുന്നു. ഇത് ദേശീയ പ്രതിരോധ ദിനം എന്നും അറിയപ്പെടുന്നു. 1995 മാർച്ച് 16 ഓറൽ പോളിയോ വാക്സിന്റെ ആദ്യ ഡോസ് നൽകിയപ്പോഴാണ് ഇത് ആദ്യമായി നിരീക്ഷിക്കപ്പെട്ടത്. പോളിയോയെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുന്നതിനുള്ള അവബോധം വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണിത്. സ്പോർട്സ് കാർ റേസിംഗ് ദിനം. സ്പോർട്സ് കാർ റേസിംഗ് എന്നറിയപ്പെടുന്ന വളരെ പ്രശസ്തമായ അന്താരാഷ്ട്ര കായിക വിനോദം ആഘോഷിക്കാനും ആസ്വദിക്കാനുമുള്ള ദിവസമാണ് എല്ലാ വർഷവും മാർച്ച് മാസത്തിലെ 3ാമത്തെ ശനിയാഴ്ച. ഈ വർഷം ഇത് മാർച്ച് 16 വരുന്നു. മുൻകാലങ്ങളിൽ നടന്ന പ്രധാന സംഭവങ്ങളുടെ വാർഷിക വിവരങ്ങൾ. ജെമിനി 8 വിക്ഷേപണം. 1966 മാർച്ച് 16 ബഹിരാകാശ യാത്രികരായ നീൽ ആംസ്ട്രോങ്ങിനെയും ഡേവിഡ് സ്കോട്ടിനെയും വഹിച്ചുകൊണ്ട് ജെമിനി സീരീസിലെ 6ാമത്തെ ക്രൂഡ് ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന ബഹിരാകാശ പേടകമായിരുന്നു ജെമിനി 8. അജീന ടാർഗറ്റ് വെഹിക്കിൾ ഉപയോഗിച്ച് 4 ഡോക്കിംഗ് ടെസ്റ്റുകൾ നടത്തുക, എക്സ്ട്രാ വെഹിക്കുലാർ ആക്ടിവിറ്റി പരീക്ഷണം നടത്തുക എന്നിവയായിരുന്നു പ്രാഥമിക ദൗത്യ ലക്ഷ്യങ്ങൾ. നമ്മുടെ സുന്ദര ലോകത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതായ രസകരമായ വസ്തുതകൾ. 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ചന്ദ്രൻ ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത് മുതൽ ചന്ദ്രന്റെയും ഭൂമിയുടെയും ഭ്രമണപഥങ്ങൾ മാറിക്കൊണ്ടേയിരുന്നു. ചന്ദ്രൻ നമ്മിൽ നിന്ന് കൂടുതൽ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അതായത് ഭാവിയിൽ മനുഷ്യന് ഭൂമിയിൽ നിന്ന് ചന്ദ്രനെ കാണുവാൻ സാധിക്കുന്നതല്ല. 60കളിലും 70കളിലും അപ്പോളോ ദൗത്യങ്ങൾ ചന്ദ്രന്റെ ഉപരിതലത്തിൽ റിഫ്ലക്ടറുകൾ സ്ഥാപിച്ചു. അത് നൽകിയിട്ടുള്ള കണക്കനുസരിച്ച് പ്രതിവർഷം 3.8 സെന്റിമീറ്റർ എന്ന നിരക്കിൽ ചന്ദ്രൻ നമ്മളിൽ നിന്നും അകന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. മാർച്ച് 17 നാളത്തെ പ്രധാന ഉത്സവ വിശേഷങ്ങൾ. മലങ്കര ഓർത്തഡോക്സ് സഭാദിനം, ചാവക്കാട് വിശ്വനാഥ ക്ഷേത്ര മഹോത്സവം, ആറാട്ടുപുഴ മകയിരം പുറപ്പാട്, അരൂർ കാർത്യായനി ക്ഷേത്രത്തിലും തൃപ്പൂണിത്തറ ശ്രീനിവാസനൻ കോവിലിലും ആറന്മുള പുന്നംതോട്ടം ദേവീക്ഷേത്രത്തിലും കൊടിയേറ്റ്, വെള്ളറ തെക്കൻ കുരിശുമല തീർത്ഥാടന സമാപനം. അറിവ് എല്ലാവർക്കും. PSC ചോദ്യോത്തരങ്ങൾ. ആദ്യം കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യത്തിന്റെ ഉത്തരം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയ സ്ഥലം രാജസ്ഥാനിലെ ശ്രീ ഗംഗാനഗർ. ഇവിടെ 51 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ ചോദ്യോത്തരങ്ങൾ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പാലം. ഉത്തരം ദ്യാനാങ് കുൻഷൻ ഗ്രാൻഡ് ബ്രിഡ്ജ്, ചൈന. ചൈനയിലെ ബീജിംഗിനും ഷാങ്ഹായ്ക്കും ഇടയിലുള്ള അതിവേഗ ട്രെയിൻ പാതയുടെ പ്രധാന കണക്ഷനുകളിൽ ഒന്നിന്റെ ഭാഗമാണ് ഈ ബ്രിഡ്ജ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപാലം ഏത്? ഉത്തരം അടൽ സേതു. 16.5 കിലോമീറ്റർ പാലം കടലിലൂടെ മുംബൈയും പൂനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കേരളത്തിലെ നീളം കൂടിയ പാലം ഏത്? ഉത്തരം നാളത്തെ വീഡിയോയിൽ. ഇന്നത്തെ വാചകം. വിജയം എല്ലായ്പ്പോഴും മഹത്വത്തെക്കുറിച്ചല്ല, അത് സ്ഥിരതയെക്കുറിച്ചാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വിശേഷങ്ങളുമായി ഇനി നാളെ. നന്ദി, നമസ്കാരം.